പ്രിയ വിദ്യാർത്ഥികളെ, ITI പഠനം പൂർത്തിയാക്കിയാൽ നിങ്ങൾക്ക് അപ്രന്റീസ്ഷിപ്പ് ചെയ്യാനായി സാധിക്കും. അതിനായി നിങ്ങൾ NAPS അഥവാ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് പ്രൊമോഷൻ സ്കീം എന്ന പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. ഇതിനുവേണ്ടി ചില രേഖകൾ നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം. ഒന്നാമതായി നിങ്ങളുടെ ആധാർ കാർഡ് കയ്യിലുണ്ടായിരിക്കണം. ഈ ആധാർ കാർഡിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മൊബൈൽ നമ്പറും ബാങ്ക് അക്കൗണ്ടും ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിരിക്കണം. അല്ലാത്തപക്ഷം നിങ്ങൾക്ക് ഇത് വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കില്ല. രണ്ടാമത് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ്. അതിൽ പ്രധാനമായും വേണ്ടിവരുന്നത് നിങ്ങളുടെ IFSC കോഡും അതുപോലെ അക്കൗണ്ട് നമ്പറുമാണ്. മൂന്നാമതായി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാം. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് ആവാം, പാൻ കാർഡ് ആവാം, അല്ലാത്ത പക്ഷം SSLC സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതും നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും. നാലാമതായി നിങ്ങളുടെ സിഗ്നേച്ചർ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അഞ്ചാമതായി നിങ്ങളുടെ ITI സർട്ടിഫിക്കറ്റ്, അതായത് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ശ്രദ്ധിക്കുക, നിങ്ങൾ ബ്രൗസ് ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത് ഗൂഗിളിൻ്റെ ക്രോം ബ്രൗസർ തന്നെ ഉപയോഗിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ഈ ദൃശ്യത്തിൽ കാണുന്നത് പോലുള്ള ബ്രൗസറുകൾ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ആപ്പിൾ ഫോണുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ സഫാരി ബ്രൗസർ ഉപയോഗിച്ചു കഴിഞ്ഞാലും തെറ്റില്ല. ഗൂഗിൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് NAPS എന്ന് സെർച്ച് ചെയ്യുകയാണ്. NAPS എന്ന് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ അപ്രന്റീസ്ഷിപ്പ് എന്നൊരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. അതിൽ സെലക്ട് ചെയ്യുക. നമുക്ക് വെബ്സൈറ്റ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. വെബ്സൈറ്റ് ഓപ്പൺ ആയി വരുമ്പോൾ തന്നെ നമുക്കൊരു പോപ്പപ്പ് ഇവിടെ കാണാനായിട്ട് പറ്റും. അത് ജസ്റ്റ് ഓക്കെ കൊടുത്ത് വിടാം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ മുകൾ ഭാഗത്തായി ലോഗിൻ രജിസ്റ്റർ എന്നൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അതിൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം കാൻഡിഡേറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. കാൻഡിഡേറ്റ് ആയി സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ രജിസ്ട്രേഷൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ആസ് എ കാൻഡിഡേറ്റ് എന്നുള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത്. അതിന് താഴത്തേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ആദ്യം നൽകേണ്ടത് നിങ്ങളുടെ മൊബൈൽ നമ്പറാണ്. ഇവിടെ ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ നൽകുന്നുണ്ട്. ശ്രദ്ധിക്കുക, മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുമ്പോൾ യാതൊരു ഗ്യാപ്പും അതിനിടയിൽ ഇടാതിരിക്കുക. മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്തതിന് ശേഷം തൊട്ട് താഴെ നിങ്ങളുടെ ഇമെയിൽ ID കൃത്യമായി ഇവിടെ ടൈപ്പ് ചെയ്യുക. പല വിദ്യാർത്ഥികളും വരുത്തുന്ന ഒരു പിഴവാണ് ഇതിൽ ഇമെയിൽ ID യിൽ ഒരു ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കുക, അല്ലെങ്കിൽ അനാവശ്യമായി സ്പേസ് ഇടുക തുടങ്ങിയ കാര്യങ്ങൾ. നിങ്ങൾ ഇമെയിൽ ID യിൽ എന്തെങ്കിലും ഒരു തെറ്റ് വരുത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ താഴത്ത് പ്ലീസ് എൻ്റർ വാലിഡ് ഇമെയിൽ ID എന്ന് കാണിക്കും. അതേപോലെ മൊബൈൽ നമ്പർ തെറ്റിച്ചടിച്ചാലും എന്തെങ്കിലും ഒരു വാർണിംഗ് സിഗ്നൽ അവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഞാനിവിടെ വന്നിട്ടുള്ള ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഞാനൊരു എക്സ്ട്രാ സ്പേസ് അവിടെ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ ക്ലിയർ ചെയ്യുകയാണ്. ഓക്കെ, ഇനി ഈ ക്യാപ്ച, എൻ്റർ ക്യാപ്ച എന്നുള്ള സ്ഥാനത്ത് ഞാൻ ഇവിടുത്തെ ക്യാപ്ച ടൈപ്പ് ചെയ്യുകയാണ്. ടൈപ്പ് ചെയ്തതിന് ശേഷം ഞാൻ വെരിഫൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. ശ്രദ്ധിക്കുക, മുകളിൽ വെരിഫൈഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നുണ്ട്. ഇനി ഞാനിത് രജിസ്റ്റർ ചെയ്യാനായി പോവുകയാണ്. രജിസ്റ്ററിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു OTP ലഭിക്കുന്നതായിരിക്കും. OTP കോപ്പി ചെയ്തതിന് ശേഷം ഇവിടെ വന്ന് പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം ഇത് സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആ സമയത്ത് നിങ്ങൾക്ക് രജിസ്റ്റേർഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞൊരു മെസ്സേജ് കാണാനായിട്ട് സാധിക്കും. ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് സൂക്ഷിക്കുകയോ അല്ലെങ്കിൽ മാനുവലി എഴുതി എവിടെയെങ്കിലും വയ്ക്കുകയോ ചെയ്യുന്നത് നന്നായിരിക്കും. ഞാനിത് സ്ക്രീൻഷോട്ട് എടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിത് ഓക്കെ കൊടുക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഇമെയിൽ ഓപ്പൺ ചെയ്യുകയും ഇമെയിലിൽ അപ്രന്റീസ്ഷിപ്പ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് മെയിൽ വന്നിട്ടുണ്ടാവും. അത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് കാണാം അപ്രന്റീസ്ഷിപ്പ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് മെയിൽ നമുക്ക് വന്നിട്ടുണ്ട്. ജസ്റ്റ് അത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടിയ രജിസ്റ്റർ നമ്പർ ഇവിടെ എനിക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഇമെയിൽ എന്തായാലും ഒന്ന് സേവ് ചെയ്ത് വെച്ചോളൂ. നമ്മളൊന്ന് സ്റ്റാർ ചെയ്ത് വെക്കുന്നുണ്ട്. അതിനുശേഷം ഇവിടുത്തെ ആക്ടിവേറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ വീണ്ടും പഴയ ആ വെബ്സൈറ്റിലേക്ക് തന്നെ തിരിച്ചെത്തുന്നതായിരിക്കും. ആദ്യമേ ഈ പോപ്പപ്പ് വരും. മുകളിൽ നിങ്ങൾക്ക് കാണാം യൂസർ ആക്ടിവേറ്റഡ് സക്സസ്ഫുള്ളി എന്ന ഒരു SMS നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ചിലപ്പോൾ വന്നിട്ടുണ്ടാവും. ഈ പോപ്പപ്പ് നമുക്ക് മുമ്പ് ചെയ്തതുപോലെ തന്നെ ഓക്കെ കൊടുക്കാം. വീണ്ടും ഒരിക്കൽ കൂടി വെബ്സൈറ്റിൻ്റെ മുകൾ ഭാഗത്തുള്ള ലോഗിൻ രജിസ്റ്റർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കാൻഡിഡേറ്റ് ഒന്നുകൂടി സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ ലോഗിൻ ആസ് എ കാൻഡിഡേറ്റ് എന്നുള്ളവിടെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് എൻ്റർ യുവർ ഇമെയിൽ ID. ഇനി നിങ്ങൾ ഇവിടെ നിങ്ങളുടെ ഇമെയിൽ ID മാത്രം ടൈപ്പ് ചെയ്താൽ മതിയാകും. അതിനുശേഷം ഈ ക്യാപ്ചയും ടൈപ്പ് ചെയ്തതിന് ശേഷം വെരിഫൈ കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഞാനിവിടെ ക്യാപ്ച ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിതിവിടെ വെരിഫൈ കൊടുക്കുകയാണ്. സോ വെരിഫൈഡ് സക്സസ്ഫുള്ളി എന്ന് കണ്ടു. അതിനുശേഷം ഞാനിത് സബ്മിറ്റ് കൊടുക്കുകയാണ്. നമുക്ക് ഒരിക്കൽ കൂടി ഒരു OTP ഇവിടെ ലഭിക്കും. ആ OTP ഇവിടെ അടിച്ചു കൊടുക്കുക. ടൈപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ ലോഗിൻ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു പോപ്പപ്പ് നമുക്ക് കാണാനായിട്ട് പറ്റും. അത് ഓക്കെ കൊടുക്കുക. അതിനുശേഷം ഒരു പോപ്പപ്പും കൂടെ വരും. അതും ജസ്റ്റ് ഓക്കെ കൊടുക്കുക. സോ ഇതാണ് നമ്മളുടെ അക്കൗണ്ട്. ഈ അക്കൗണ്ടിൽ നമ്മൾ ചില പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി ചില കാര്യങ്ങൾ ഇവിടെ കൊടുക്കേണ്ടതുണ്ട്. ആദ്യമായി KYC നോട്ട് ഡൺ എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ ആദ്യം ചോദിച്ചിരിക്കുന്നത് എൻ്റർ യുവർ ആധാർ എന്നാണ്. അപ്പോൾ ഇവിടെ എൻ്റെ ആധാർ നമ്പർ കൃത്യമായി ഞാൻ ടൈപ്പ് ചെയ്യണം. ടൈപ്പ് ചെയ്തതിന് ശേഷം I agree എന്ന് തുടങ്ങുന്ന ഈ വാചകം സെലക്ട് ചെയ്യുക. അതിനുശേഷം ഞാനിവിടെ സെൻഡ് OTP എന്നുള്ളത് ക്ലിക്ക് ചെയ്യണം. ഞാൻ എൻ്റെ ആധാർ നമ്പർ മുകളിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി താഴത്തേക്ക് വരുമ്പോൾ സെൻഡ് OTP എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഞാനതിൽ ക്ലിക്ക് ചെയ്യുകയാണ്.
എൻ്റെ ആധാർ കാർഡ് മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക്ഡ് ആയതുകൊണ്ട് എനിക്ക് ഇതിലേക്ക് OTP വരും. സോ ആ OTP ഞാൻ ഇതിലേക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. എനിക്ക് വന്ന OTP ഞാനിവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഞാനിത് വെരിഫൈ എന്ന് കൊടുക്കുകയാണ്. നോക്കൂ, OTP വെരിഫൈഡ് സക്സസ്ഫുള്ളി എന്ന് മുകളിൽ കാണാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഇനി അടുത്തതായി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഡിസ്ട്രിക്റ്റ് ഇവിടെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ ഞാൻ എൻ്റെ ഡിസ്ട്രിക്ട് പാലക്കാട് ആയതുകൊണ്ട് പാലക്കാട് എന്ന് സെലക്ട് ചെയ്യുന്നു. നിങ്ങളുടെ ഡിസ്ട്രിക്ട് ഏതാണോ അത് തന്നെയായിരിക്കണം നിങ്ങൾ അവിടെ കൊടുക്കേണ്ടത്. ശ്രദ്ധിക്കുക, നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനം ഏത് ജില്ലയിലാണ് എന്നുള്ളതല്ല, നിങ്ങൾ ഏത് ജില്ലക്കാരനാണ് എന്നുള്ളതാണ് ഇവിടെ കൊടുക്കേണ്ടത്. അടുത്തതായി നിങ്ങളുടെ പാരന്റിന്റെ നെയിമാണ് കൊടുക്കേണ്ടത്, അതായത് രക്ഷിതാവിന്റെ പേരാണ് കൊടുക്കേണ്ടത്. ചിലർക്ക് ഇവിടെ രക്ഷിതാവിന്റെ പേര് ഓൾറെഡി വന്ന് ഇരിക്കുന്നുണ്ടാവും. അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കുക, നിങ്ങളുടെ SSLC ബുക്കിൽ എങ്ങനെയാണോ നിങ്ങളുടെ അച്ഛൻ്റെ പേര് അല്ലെങ്കിൽ അമ്മയുടെ പേര് അതുപോലെ വേണം ഇവിടെ കൊടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ അച്ഛൻ്റെ പേര് ഇവിടെ കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഇവിടെ താഴെ പറഞ്ഞിരിക്കുന്നത് പോലെയുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കി അച്ഛൻ്റെ പേര് എങ്ങനെയാണോ അത് വിത്ത് ഇനീഷ്യലോടുകൂടി നിങ്ങൾ അതേപോലെ തന്നെ അവിടെ ടൈപ്പ് ചെയ്യണം. ഞാൻ എൻ്റെ അച്ഛൻ്റെ പേര് ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി അതിനുശേഷം താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് ചോദിക്കുന്നുണ്ട്. ഞാനിപ്പോൾ അച്ഛൻ്റെ പേരായതുകൊണ്ട് ഫാദർ എന്നാണ് സെലക്ട് ചെയ്യുന്നത്. അമ്മയുടെ പേര് കൊടുത്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ മദർ എന്നും, അല്ല ഭർത്താക്കന്മാരോ അല്ലെങ്കിൽ ഭാര്യയുടെ പേരോ ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ സ്പൗസ് എന്നുള്ള അവസാനത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഫാദർ ആയതുകൊണ്ട് ഫാദർ എന്നുള്ള സെലക്ട് ചെയ്യുന്നു. അതിന് താഴെ വരുമ്പോൾ എൻ്റെ ആധാർ കാർഡിലുള്ള ഫോട്ടോ എനിക്കിവിടെ കാണാനായിട്ട് പറ്റും. എനിക്കത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ എനിക്ക് നല്ല ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും കാണുന്നുണ്ട്. സോ ഞാനിപ്പോൾ നിലവിൽ മറ്റൊന്നും അപ്ലോഡ് ചെയ്യുന്നില്ല. എൻ്റെ ആധാർ കാർഡിലുള്ള ഫോട്ടോ തന്നെയാണ് ഞാൻ അപ്ലോഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ ഞാൻ ഇതിന് ശേഷം ഗോ എന്ന് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് കാണാം KYC ഡൺ സക്സസ്ഫുള്ളി. അപ്പോൾ നമ്മുടെ ആധാർ കാർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിവരങ്ങളും നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഓക്കെ കൊടുക്കുക. വീണ്ടും ഈ പേജിലേക്ക് തന്നെ വരും. ഓക്കെ കൊടുക്കുക. ഇനി താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവർ പറയുന്നത് ബാങ്ക് ഡീറ്റെയിൽസ് നോട്ട് അവൈലബിൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ബാങ്ക് ഡീറ്റെയിൽസ് കൊടുത്തേക്കാം. ക്ലിക്ക് ചെയ്യുക. താഴത്തേക്ക് വരുമ്പോൾ ബാങ്ക് ഡീറ്റെയിൽസിൻ്റെ അവിടെ ഒരു എഡിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. ആ എഡിറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. വീണ്ടും താഴത്തേക്ക് വരിക. ഇവിടെ നമ്മുടെ ബാങ്കിൻ്റെ IFSC കോഡ് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫൈൻഡ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. IFSC കോഡ് അറിയാത്ത ആളുകൾ നിങ്ങളുടെ പാസ്ബുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും. ഞാനിവിടെ IFSC കോഡ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. പലരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 0യും Oയും പലരും തെറ്റിയടിക്കാറുണ്ട്. പൊതുവെ IFSC കോഡ് അടിക്കുന്ന സമയത്ത് അത് കൃത്യമായി നോക്കി പരിശോധിച്ചതിന് ശേഷം മാത്രം മുഴുവനായും ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഫൈൻഡ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നോക്കൂ, ഫൈൻഡ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത സമയത്ത് ബാങ്ക് നെയിം ഓട്ടോമാറ്റിക്കലി ഫിൽ ആയിട്ടുണ്ട്. സോ അത് പൂർത്തിയാക്കി താഴത്തേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഇവിടെ 2 തവണ അക്കൗണ്ട് നമ്പർ അടിച്ചു കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. ഒന്ന് അക്കൗണ്ട് നമ്പർ എന്നും രണ്ടാമത് കൺഫേം അക്കൗണ്ട് നമ്പർ എന്നും. അപ്പോൾ ഈ 2 സ്ഥലത്തും ഞാൻ എൻ്റെ അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്യുകയാണ്. ഞാനിവിടെ 2 തവണയും എൻ്റെ അക്കൗണ്ട് നമ്പർ കൃത്യമായി ടൈപ്പ് ചെയ്തിട്ടുണ്ട്. താഴെ വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, അക്കൗണ്ട് ടൈപ്പ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് സെലക്ട് ചെയ്യുമ്പോൾ 2 ഓപ്ഷൻ ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. അതിൽ നമ്മൾ സേവിങ്സ് എന്നുള്ള ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴെ ചോദിച്ചിട്ടുള്ളത് നിങ്ങളുടെ ആധാർ കാർഡും ബാങ്ക് അക്കൗണ്ടുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. യെസ് ആണെങ്കിൽ യെസ് എന്ന് കൊടുക്കാം, നോ ആണെങ്കിൽ നോ എന്ന് കൊടുക്കാം, അറിയില്ല എന്നുണ്ടെങ്കിൽ ഡോണ്ട് നോ എന്ന് കൊടുക്കാം. അപ്പോൾ എൻ്റെ ആധാർ കാർഡും ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക്ഡ് ആണ്. സോ ഞാൻ യെസ് എന്ന് കൊടുക്കുന്നു. അതിനുശേഷം താഴെയുള്ള ഐ ആം എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ആ വാചകത്തിലെ ആ ടിക്ക് ഞാൻ എനേബിൾ ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ഞാൻ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. നമുക്കിവിടെ കാണാം യുവർ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി ആണ്. അപ്പോൾ നമ്മൾ ആധാർ കാർഡും ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും ഡാഷ്ബോർഡിലേക്ക് പോവുക. ഓക്കെ കൊടുക്കുക. വീണ്ടും ഓക്കെ കൊടുക്കുക. ഇനി താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ പ്രൊഫൈൽ ഏകദേശം 50% പൂർത്തിയായിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് എന്താണെന്ന് നമുക്ക് നോക്കാം. താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു ചെറിയൊരു ലിസ്റ്റ് കാണാനായിട്ട് പറ്റും, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഇനി അപ്ഡേറ്റ് ചെയ്യാൻ ബാക്കിയുണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഇനി അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പോകുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇവിടെ മദേഴ്സ് നെയിം എന്ന് കാണുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഈ മദേഴ്സ് നെയിമിൻ്റെ നേരെ അപ്ഡേറ്റ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ അപ്ഡേറ്റിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ആൾട്ടർനേറ്റീവ് മൊബൈൽ നമ്പർ എന്ന് പറയുന്നുണ്ട്. ഇത് നിർബന്ധമില്ല, എങ്കിലും നിങ്ങളുടെ ഒരു അച്ഛൻ്റെയോ അമ്മയുടെയോ മൊബൈൽ നമ്പർ ഇവിടെ കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ഡിസേബിലിറ്റി ഉണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. എന്തെങ്കിലും അംഗവൈകല്യങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ എസ് എന്നും ഇല്ലെങ്കിൽ നോ എന്നും കൊടുത്താൽ മതിയാകും. താഴത്തേക്ക് വരുമ്പോൾ എൻ്റെ രക്ഷിതാവിൻ്റെ പേര് ഇവിടെ കാണാം. അതിനുശേഷം റിലേഷൻഷിപ്പ് കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം താഴെയായിട്ട് മദേഴ്സ് നെയിം എന്നവിടെ കൊടുത്തത് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ അമ്മയുടെ പേര് SSLC ബുക്കിൽ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ ഞാനിവിടെ ടൈപ്പ് ചെയ്യണം. ടൈപ്പ് ചെയ്തതിന് ശേഷം തൊട്ട് താഴെയായിട്ട് ID പ്രൂഫ് ടൈപ്പ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ഇവിടെ കാണാനായിട്ട് പറ്റും. ഇവിടെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ പാൻ കാർഡോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസോ അല്ലെങ്കിൽ നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ് ആണ് കയ്യിലുള്ളതെങ്കിൽ SSLC സർട്ടിഫിക്കറ്റും നിങ്ങൾക്ക് ഇതിൽ അപ്ലോഡ് ചെയ്യാം. ഇനി ഞാനൊരു ഉദാഹരണത്തിന് പലർക്കും ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നോക്കൂ, ഇവിടെ ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതോടെ കാണാനായിട്ട് പറ്റും. തൊട്ട് താഴെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഫയലിലേക്ക് അത് പോകും. അതിനുശേഷം നമ്മൾ ആ ഫയലിൽ നിന്ന് ആ ഡോക്യുമെൻ്റ് എടുത്ത് അപ്ലോഡ് ചെയ്യുകയാണ് വേണ്ടത്. പക്ഷേ ഇപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യാനായിട്ട് പോകുന്നത് എൻ്റെ SSLC സർട്ടിഫിക്കറ്റാണ്.
മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, തൊട്ട് താഴെ എൻ്റർ ID പ്രൂഫ് നമ്പർ, ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ നമ്പറാണ് ചോദിച്ചിട്ടുള്ളത്. അത് KL എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു നമ്പർ ആയിരിക്കും, അത് നിങ്ങളുടെ ലൈസൻസിൽ ഉണ്ടാവും. ആ ലൈസൻസ് നമ്പറാണ് ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത്. ഇനി പാൻ കാർഡാണ് സെലക്ട് ചെയ്യുന്നതെങ്കിലും ഇവിടെ പാൻ കാർഡ് നമ്പറാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. സോ ഞാനിവിടെ സെലക്ട് ചെയ്യാൻ പോകുന്നത് എൻ്റെ SSLC ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അതേഴ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ തൊട്ട് താഴെ ഒരു ചോദിക്കുന്നുണ്ട് ഏത് ID പ്രൂഫാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത്. നമ്മൾ SSLC എന്ന് ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനിവിടെ SSLC എന്ന് ടൈപ്പ് ചെയ്തു. അതിൻ്റെ തൊട്ട് താഴെ എൻ്റെ SSLCയുടെ ഫയൽ ഞാനിതിലേക്ക് അപ്ലോഡ് ചെയ്യുകയാണ്. അപ്പോൾ ഞാനതിൽ ക്ലിക്ക് ചെയ്തു. ഞാൻ എൻ്റെ മീഡിയ ഫയൽ ഓപ്പൺ ചെയ്യുന്നു. നിങ്ങളുടെ ഗാലറിയിലുള്ള നിങ്ങളുടെ മീഡിയ ഫയൽ ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവരിവിടെ പറയുന്നുണ്ട്, 4 MB സൈസിനുള്ളിലായിരിക്കണം നിങ്ങളുടെ ആ ഡോക്യുമെൻ്റ് എന്നുള്ളത്. അതുപോലെ തന്നെ ഡോക്യുമെൻറ്റ് വളരെ ക്ലിയർ ആയിട്ട് വേണം നിങ്ങൾ ഫോട്ടോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട്. അതിൻ്റെ തൊട്ട് താഴെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ എൻ്റർ ID പ്രൂഫ് നമ്പർ എന്ന് ചോദിച്ചിട്ടുണ്ട്. അവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത് SSLCയുടെ രജിസ്റ്റർ നമ്പറാണ്. ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ രജിസ്റ്റർ നമ്പർ നോക്കി അതുപോലെ ഇവിടെ ടൈപ്പ് ചെയ്യുക. ഇവിടെ ഞാൻ എൻ്റെ രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഏത് സ്റ്റേറ്റിൽ നിന്നാണ് അത് ക്വാളിഫൈഡ് ആയത് എന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ നമ്മൾ കേരള എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മൾ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ് എന്ന് ചോദിക്കുന്നുണ്ട്. അത് നിർബന്ധമല്ല, പറ്റുമെങ്കിൽ നിങ്ങൾക്ക് മറ്റേതെങ്കിലും ഒരു ഡോക്യുമെൻറ്റും കൂടെ ഇവിടെ പ്രൂഫായിട്ട് അപ്ലോഡ് ചെയ്യാം. അതിൻ്റെ തൊട്ട് താഴെ വരുമ്പോൾ നമ്മുടെ കാറ്റഗറി ചോദിക്കുന്നുണ്ട്. അതായത് ജനറൽ ആണോ, OBC ആണോ, SC ST ഏത് കാറ്റഗറിയിലാണ് നമ്മൾ വരുന്നത് എന്നുള്ളതാണ് ഇവിടെ സെലക്ട് ചെയ്യേണ്ടത്. സോ നിങ്ങളുടെ കാറ്റഗറി ഏതാണോ അത് സെലക്ട് ചെയ്യുക. ഞാനൊന്നുകൂടെ പറയാം, ജനറൽ എന്ന് പറയുന്നതാണ് ആദ്യത്തെ വരുന്നത്, രണ്ടാമത് OBC അതർ ബാക്ക്വേർഡ് ക്ലാസ് എന്നുള്ളത്, മൂന്നാമത് SC ആണ് ഷെഡ്യൂൾഡ് കാസ്റ്റ്, അതുപോലെ തന്നെ നാലാമത് ഷെഡ്യൂൾഡ് ട്രൈബ്, ഓക്കെ, ST എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങളുടെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിൻ്റെ താഴെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. നിങ്ങളുടെ അഡ്രസ്സിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ വരുത്താം. അതിനുശേഷം ഏറ്റവും താഴെ വന്നു കഴിഞ്ഞാൽ കാൻഡിഡേറ്റിൻ്റെ സിഗ്നേച്ചർ ഇവിടെ അപ്ലോഡ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ ഞാൻ അതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. വീണ്ടും ഞാൻ എൻ്റെ ഗാലറി ഓപ്പൺ ചെയ്തു. ഞാൻ എൻ്റെ സിഗ്നേച്ചർ എടുത്ത് വെച്ചത് ഞാനൊന്ന് അപ്ലോഡ് ചെയ്യുകയാണ്. സോ നമ്മൾ അപ്ലോഡ് ചെയ്തതിന് ശേഷം അതും പറയുന്നത് 4 MB സൈസിന് താഴെ ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ അതുപോലെ ഒരു വൃത്തിയായിട്ടുള്ളൊരു വെള്ള പേപ്പറിൽ ഒപ്പിട്ടിട്ട് അതിൻ്റെ ഫോട്ടോ എടുക്കുക. ശ്രദ്ധിക്കുക, ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്തതുപോലെ അധികം പുറത്തേക്ക് പോകാതെ കൃത്യം ആ സൈൻ മാത്രം കാണുന്ന രീതിയിൽ അത് ഫോട്ടോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുക. ഇത്രയും അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിവിടെ 2 ഓപ്ഷൻ കാണുന്നുണ്ട്. അത് ചിലർക്ക് മുഴുവൻ അപ്ഡേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ചെയ്തതുവരെ സേവ് ചെയ്യാനാണ് സേവ് ആസ് ഡ്രാഫ്റ്റ് എന്നുള്ള ഓപ്ഷൻ. അതല്ല, മുഴുവൻ ഡീറ്റെയിൽസും ഫില്ല് ചെയ്തിട്ടുള്ള ആളുകൾ ഇവിടെ അപ്ഡേറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. സോ എൻ്റെ പ്രൊഫൈലിൽ ഓൾമോസ്റ്റ് 80% കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇവിടെ താഴെ വന്നു കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻ്റ് ഒക്കെ ഇവിടെ കാണാം. എൻ്റെ താഴെ വന്നാൽ എൻ്റെ 80% പ്രൊഫൈൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇനി അവസാനം വരുന്നത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ്. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്നും ചെയ്യണമെന്നില്ല, വീണ്ടും മുകളിലേക്ക് വരിക. ഇവിടെ നിങ്ങളുടെ പേര് കാണാനായിട്ട് പറ്റും. ആ പേരിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു ലിസ്റ്റ് വരും. അതിൽ നിങ്ങൾ ഡാഷ്ബോർഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താലും മതിയാവും. ഓക്കെ, വീണ്ടും താഴത്തേക്ക് വരുന്ന സമയത്ത് നമ്മൾ സാധാരണ വരുന്ന വെബ്സൈറ്റാണ്, പേജാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കാൻഡിഡേറ്റ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നുണ്ട്. സോ 80% നമ്മൾ പ്രൊഫൈൽ പൂർത്തിയാക്കി. ഇനി ബാക്കിയുള്ള 20% എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്തു. ഫസ്റ്റ് നമ്മൾ ക്വാളിഫിക്കേഷൻ ടൈപ്പാണ് ചോദിച്ചിട്ടുള്ളത്. അത് നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യാം, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്നുള്ളത് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമ്മളുടെ ട്രേഡ്, നമ്മളിപ്പോൾ IT ആണ് പാസ്സായിട്ടുള്ളതെങ്കിൽ IT എന്നുള്ളത് സെലക്ട് ചെയ്യുക. മൂന്നാമത് നമ്മൾ പഠിച്ചിട്ടുള്ള സിലബസ്, അതായത് CBTയുടെ തന്നെ സിലബസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ NCVT എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ സ്പെഷ്യലൈസേഷൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ നിങ്ങളുടെ ട്രേഡിൻ്റെ പേര് ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ കാർപ്പൻ്റർ ആണെങ്കിൽ കാർപ്പൻ്റർ, അതേപോലെ മെക്കാനിക് ആണെങ്കിൽ മെക്കാനിക്, നിങ്ങൾ എന്താണോ ട്രേഡ് പൂർത്തിയാക്കിയുള്ള ആ ട്രേഡിൻ്റെ മുഴുവൻ പേര് ഇവിടെ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്യുക. ശ്രദ്ധിക്കുക, ഒരിക്കലും നിങ്ങൾ അതിൻ്റെ ഷോർട്ട് നെയിം കൊടുക്കരുത്. പൂർണ്ണമായിട്ടുള്ള പേര് വേണം അവിടെ കൊടുക്കാനായിട്ട്. നോക്കുക, ഞാൻ ഇവിടെ എൻ്റെ ട്രേഡ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ ചോദിച്ചിട്ടുള്ളത് നമ്മൾ പഠിച്ചിട്ടുള്ള സ്ഥാപനത്തിൻ്റെ പേരാണ്. ഞാൻ സ്ഥാപനത്തിൻ്റെ പേര് കൊടുത്തു. ഇനി അതിനുശേഷം തൊട്ട് താഴെയായിട്ട് നമ്മൾ ഫൈനൽ എക്സാമിന് വാങ്ങിയ മാർക്ക് എത്രയാണെന്നുള്ളത് നമ്മുടെ മാർക്ക് ഷീറ്റ് നോക്കിയിട്ട് ഒരു ടൈപ്പ് ചെയ്യുക. ഞാനിവിടെ ഒരു മാർക്ക് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ ടോട്ടൽ എത്രയിലായിരുന്നു എന്നുള്ളത് അവിടെ മെൻഷൻ ചെയ്യുക. അപ്പോൾ ഞാൻ 1200 എന്നുള്ളത് മെൻഷൻ ചെയ്തു. അത് നിങ്ങൾക്ക് മാർക്ക് ഷീറ്റ് നോക്കിയാൽ മനസ്സിലാവും ടോട്ടൽ എത്ര മാർക്കിലായിരുന്നു നിങ്ങൾക്ക് എക്സാം എന്ന്. അതിൻ്റെ താഴത്തേക്ക് വരുമ്പോൾ പെർസെൻറ്റേജ് ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കിവിടെ പെർസെൻറ്റേജ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. സോ ഞാനിവിടെ 75% എന്നാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. വേറെ ഒന്നും ഞാനിവിടെ ആഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് 75 എന്ന് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അല്ല, നിങ്ങൾക്ക് ഇതിൽ 0.6 അല്ലെങ്കിൽ 0.5 അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കൊടുക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ പെർസെൻറ്റേജിൻ്റെ ഐക്കൺ അവിടെ കൊടുക്കണം എന്നില്ല. ശരിക്കും അവിടെ കൊടുക്കാൻ പാടില്ല എന്നാണ് അവർ പറയുന്നത് കേട്ടോ. പിന്നെ അതുപോലെ ഇവിടെ സ്റ്റാർട്ട് ഡേറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റാർട്ട് ഡേറ്റ് എന്ന് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത വർഷവും മാസവും ഏതാണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഞാനിപ്പോൾ 2022 വയ്ക്കുക, അല്ലെങ്കിൽ 2020 ഞാൻ സെലക്ട് ചെയ്തു. 2020 മിക്കവാറും എല്ലാ സമയത്തും അഡ്മിഷൻ നടക്കുന്നത് ഓഗസ്റ്റ് മാസമായിരിക്കും. സോ ഞാൻ ഓഗസ്റ്റ് എന്ന് സെലക്ട് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു വർക്കിംഗ് ഡേ സെലക്ട് ചെയ്യണം. നിങ്ങളുടെ സർട്ടിഫിക്കറ്റിലുള്ള തീയതി തന്നെ ശ്രദ്ധിക്കുക. ദിവസം ഏതായാലും കുഴപ്പമില്ല, ഒരു വർക്കിംഗ് ഡേ ആയാൽ മതി. പക്ഷേ വർഷവും മാസവും കൃത്യമായി തന്നെ കൊടുക്കുക.
അപ്പോൾ 2022 എൻ്റെ കോഴ്സ് ആരംഭിച്ചെങ്കിൽ ഞാൻ സ്വാഭാവികമായിട്ടും എൻ്റെ കോഴ്സ് അവസാനിക്കുന്നത് 2022 ഞാനതുകൊണ്ട് 2022 എന്ന് സെലക്ട് ചെയ്തു. ജൂലൈ മാസമാണ് കോഴ്സുകൾ പൊതുവെ അവസാനിക്കുക. സോ നിങ്ങളും ജൂലൈ മാസം തന്നെ ആയിരിക്കും. എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ അത് കാണാനായിട്ട് പറ്റും. അപ്പോൾ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഏതെങ്കിലും ഒരു വർക്കിംഗ് ഡേ സെലക്ട് ചെയ്യുക. ഏറ്റവും നല്ലത് ആ മാസത്തിലെ അവസാനത്തെ ഒരു വർക്കിംഗ് ഡേ സെലക്ട് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഇതിൻ്റെ അവസാന സ്റ്റെപ്പുകളിലേക്ക് കിടക്കുകയാണ്. അതിൽ അവസാനമായി ചോദിച്ചിട്ടുള്ളത് ക്വാളിഫിക്കേഷൻ ഡോക്യുമെൻ്റ് ആണ്. ക്വാളിഫിക്കേഷൻ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമുക്ക് ITIയുടെ സർട്ടിഫിക്കറ്റ് ആണ്. അതായത് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, ആ സർട്ടിഫിക്കറ്റ് ആണ് നമ്മളിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ചൂസ് ഫയൽ നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ ഗാലറിയിൽ പോയി ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റ് ആദ്യം പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിന് ശേഷം ഇതാണ് എൻ്റെ സർട്ടിഫിക്കറ്റ്. ഈ സർട്ടിഫിക്കറ്റാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. ചില സെക്യൂരിറ്റി റീസൺ കാരണമാണ് ഞാനതിൻ്റെ ഒറിജിനൽ നിങ്ങൾക്ക് കാണിക്കാത്തത്. സോ ഞാനത് പോയി സെലക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ അപ്ലോഡ് ആയിട്ടുണ്ട്, കാണാൻ പറ്റും. ഇനി ഞാനത് അപ്ഡേറ്റ് ചെയ്യുക. വീണ്ടും ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, മാക്സിമം സൈസ് എന്ന് പറയുന്നത് 4 MB സൈസിന് ഉള്ളിലായിരിക്കണം. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു റെഡ് മാർക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ഫയൽ സൈസ് വലുതായതുകൊണ്ടാണെന്നുള്ളത്. നിങ്ങൾക്ക് എളുപ്പത്തിൽ പരിഹരിക്കാൻ ഏതെങ്കിലും ഒരു വാട്സപ്പിലേക്ക് അത് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ വാട്സപ്പിൽ സ്വാഭാവികമായിട്ട് സൈസ് കുറയും. അതിനുശേഷം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ അവസാനത്തെ സ്റ്റെപ്പിലേക്ക് കിടക്കുകയാണ്. ഇത് ഞാൻ അപ്ഡേറ്റ് കൊടുക്കുകയാണ്. അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി. ഇനി ഞാൻ എൻ്റെ പ്രൊഫൈൽ ഇവിടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് കാണാം, നോക്കൂ, ഞാൻ എൻ്റെ പ്രൊഫൈൽ 100% കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. തീർച്ചയായും നിങ്ങൾ മറ്റുള്ളവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് പേർക്ക് ഇതൊരു ഉപകാരപ്രദമായ വീഡിയോ ആകട്ടെ. താങ്ക് യു.